ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ കോളേജ് ലൈബ്രറി കാണാൻ പോവാണ് ഇന്നത്തെ ദിവസം. ഇനി ഞങ്ങൾ നേരെ ലൈബ്രറി കാണാൻ പോയി. ആ ലൈബ്രറിയിൽ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ കിടന്ന് വായിക്കാൻ പറ്റുന്ന ഏരിയ. അങ്ങനെ ലൈബ്രറി ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ചെറുതേനീച്ചേൻ്റെ കൂട് മാറ്റണ പണിയിലാണ്. അങ്ങനെ മര്യാദയ്ക്ക് കൂട്ടിനകത്തിരുന്ന തേനീച്ചേനൊക്കെ ഞങ്ങളിപ്പോൾ സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിച്ച് അതിനെല്ലാം ഓടിച്ച് കുപ്പീൻ്റെ അകത്തേക്ക് കയറ്റുകയാണ്. ഒരാളുടെ കുത്തൊന്നും പോരാ തോന്നിട്ട് ഞങ്ങളിപ്പോൾ എല്ലാവരും മത്സരിച്ച് കുത്തുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കൂടൊക്കെ തറഞ്ഞു. ഈ ചെറുതേനീച്ച അങ്ങനെ കടിക്കൊന്നുമില്ലെങ്കിലോ ചെവിയിലൊക്കെ കയറിയാലും നേരിച്ച് ഞങ്ങളൊക്കെ വെയിലൊക്കെ എടുത്തിട്ട് പിന്നെ നൈസായിട്ട് ഇത് അതിൻ്റെ അകത്ത് നിന്ന് എഗ്ഗും കുറച്ച് ഹണിയും ഒക്കെ എടുത്ത് നമ്മൾ പുതിയ കൂടിൻ്റെ അകത്തേക്ക് വെച്ച് ഇങ്ങനെയാണ് നമ്മൾ കൂട് മാറ്റുന്നത്. അങ്ങനെ അതിൻ്റെ എഗ്ഗും പോളനും ഒക്കെ എടുത്ത് നമ്മൾ പുതിയ കൂട്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ കുപ്പിയിലാക്കി വെച്ച ചെറുതേനീച്ചനൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ തട്ടി ആ കൂടിനകത്തേക്ക് ഇട്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് അബദ്ധം പറ്റിയത് മനസ്സിലായത്. ഞങ്ങൾ ബാക്കിൽ അക്വേറിയുള്ളത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറേ ചെറുതേനീച്ച പറന്നു പോയിട്ട് അക്വേറിയത്തിൽ വീണ് കിടന്ന് അങ്ങനെ ഒരു മാസം ഇവിടെ എത്തി സംഭവിച്ചു ഗൈസ്. അപ്പോൾ തന്നെ ഞങ്ങൾ കുറേ എണ്ണത്തിനെ രക്ഷിച്ച് പിന്നെ ബാക്കി നെറ്റൊക്കെ വെച്ച് അടച്ചാണ് ചെയ്തത്. പിന്നെ ഇതാ ഇപ്പോൾ ഐസ്ക്രീം കഴിക്കണ മാതിരി MC കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മതിലും പൊത്തിലൊക്കെ കാണപ്പെടുന്ന ചെറുതേനീച്ചനെ അങ്ങനെ പെട്ടിയിലാക്കാന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആദ്യം തന്നെ പൊത്തിലേക്കും നമ്മളെ പെട്ടിയിലേക്കും ട്യൂബ് ഇറക്കി വെച്ച ശേഷം തേനീച്ചുള്ള സൈഡിലൊന്ന് തട്ടിക്കൊടുത്താൽ ആ വൈബ്രേഷൻ കാരണം തേനീച്ചൊക്കെ ട്യൂബിൽ കൂടി ഇറങ്ങി വന്നോളും. പിന്നെ നമ്മൾ ആ ട്യൂബിൻ്റെ രണ്ട് സൈഡിലൊന്ന് MC വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും വേണ്ടിയിരിക്കാം. പിന്നെ സൺലൈറ്റ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടി ഓപ്പൺ ആയി പോകാണ്ടിരിക്കാനും നമ്മൾ അവിടെ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ച് കവറൊക്കെ വെച്ച് മഴ കൊള്ളാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇതുപോലെ ചെറുതേനീച്ചേൻ്റെ പൊത്ത് കാണുകയാണെങ്കിൽ ഇതുപോലെ പെട്ടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ കുറച്ച് കാലത്തിന് ശേഷം നിങ്ങൾക്ക് തേനി കുടിക്കാം. അപ്പോൾ ബൈ ഗൈസ്.